ഒരു സംരംഭം ചെയ്യാൻ പോകുന്നയാൾ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നൊന്നുമല്ല. എവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ പോയി അറിയണം. അപ്പോൾ GST നിന്ന് ഒഴിവാവാൻ വേണ്ടി നടത്തുന്ന അത്രയും പ്രക്രിയ GST അടയ്ക്കുന്നതിനില്ല, അത്രയും നഷ്ടം GST അടയ്ക്കുന്നതിനില്ല. വെറുതെ ചുവന്ന മണ്ണ് ചാക്കുകളിലാക്കി സീൽ ചെയ്ത് 50 കിലോൻ്റെ മണ്ണ് ചാക്കുകൾ, 20 കിലോൻ്റെ മണ്ണ് ചാക്കുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, അവിടെ നമുക്ക് വ്യവസായം ചെയ്യാൻ പറ്റില്ല. അത് എത്ര പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ തീരദേശ പരിപാലന നിയമം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മറ്റൊന്ന് തണ്ണീർത്തട നിയമം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം. ഈ 3 കാര്യങ്ങളും നമ്മളെപ്പോഴും മനസ്സിലുണ്ടാവണം. ഈ 3 സ്ഥലത്തും പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വല്ലാണ്ട് ആപ്പിലായ ആൾക്കാരെ എനിക്കറിയാം. ഈ PMGP എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഫലപ്രദമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു വരുന്നൊരു പ്രോജക്റ്റാണ്. എന്തുകൊണ്ട് കൊടുക്കാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിലൊരു 80% സംരംഭകരുടെ പ്രശ്നങ്ങളല്ല, ബാങ്കിന് താല്പര്യമില്ലായ്മ, ഉദ്യോഗസ്ഥൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. സാറിൻ്റെ ഇത്തരം ആശയങ്ങളൊക്കെ ഈ 101 സ്റ്റാർട്ടപ്പുകൾ, ലാഭം 50,000 തുടങ്ങിയ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരം പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടി സാറിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്താണ്? ആളുകൾക്ക് ഇത്തരം ഒരു അറിവില്ല, ഇത് കൂടുതൽ എത്തണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു എഴുത്തിലേക്കൊക്കെ തിരിഞ്ഞത്? തീർച്ചയായിട്ടും. ഈ തവണ റിപ്പോർട്ടർ ചാനല് 10 പുസ്തകങ്ങൾ, വ്യവസായികൾ വായിച്ചിരിക്കേണ്ട 10 പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. അതിലൊരു പുസ്തകം ലാഭം 50,000 എന്നുള്ളതായിരുന്നു. അതെന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകളാണ്, ചെറിയ ബിസിനസ്സുകളാണ്. എന്തോരം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ഹണി കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് അതിലെ ജലാംശം കളയുക, ആ സാധനം റീപാക്ക് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഈ ജലാംശം കളയാൻ ഡ്രയറൊന്നും വെക്കണ്ട. കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിൽ ഇത് ജലാംശം കളഞ്ഞ് കിട്ടും. 20% വരെ ജലാംശം അതിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും ജലാംശം അതിനകത്തുള്ളൂ. അത് പിന്നെ വർഷങ്ങളോളം കേടുകൂടാതിരിക്കും. നല്ല പ്രോഡക്റ്റായിട്ട് കിട്ടുക, ഒരു ചെറിയ വാല്യൂ അഡീഷനേ ഉള്ളൂ അതിന്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. വെറുതെ ചുവന്ന മണ്ണ് ചാക്കുകളിലാക്കി സീൽ ചെയ്ത് 50 കിലോൻ്റെ മണ്ണ് ചാക്കുകൾ, 20 കിലോൻ്റെ മണ്ണ് ചാക്കുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ചുവന്ന മണ്ണ് പറഞ്ഞാൽ വിശ്വസിക്കും. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ്. അവർ വീട്ടിൽ ചെയ്യുന്നതാണ്. ഈ മണ്ണ് എങ്ങനെയാണ് വിൽക്കണേ എന്ന് വെച്ചപ്പോൾ അവർ ഓൾ കേരള തലത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അവരുടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതെന്തിനാ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മിക്കവാറും ഈ പെറ്റ് ഷോപ്പുകൾ, ഈ നഴ്സറി അവിടെയൊക്കെയാണ് ഇത് കൊടുക്കണേ. അപ്പോൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു ചട്ടിയിൽ കുറച്ച് മണ്ണ് നിറച്ച് ഒരു ചെടി നടണമെങ്കിലോ അതുപോലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഈ 50 കിലോൻ്റെ 20 കിലോൻ്റെ മണ്ണ് ചാക്ക് മേടിച്ചുകൊണ്ട് പോകും. അതുവരെ ബിസിനസ്സാണെന്ന്. അപ്പം അങ്ങനെ എന്തോരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് വിചാരിക്കണത്. നമുക്ക് ഒരു ബിസിനസ് ചെയ്യാൻ മൈൻഡ് ശരിയാണോ, ഇഷ്ടം പോലെ അവസരങ്ങൾ. ഞാനപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഈ കസ്തൂരിരംഗൻ പോലെയുള്ള പ്രദേശങ്ങളിലെ നമുക്ക് മരം മുറിക്കുന്നതിനും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അത്തരം ഏരിയയിലുള്ളവർക്ക് ഈ ഇതുപോലെ മണ്ണ് വിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കുഴിച്ച് മണ്ണ് വിൽക്കുന്ന ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും അല്ലേ? അത് അവിടെ മണ്ണ് കുഴിച്ച് വിൽക്കാൻ കഴിയുമെന്നുള്ളത് ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ പൊതുവേ ഈ വ്യവസായം വരുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, അവിടെ നമുക്ക് വ്യവസായം ചെയ്യാൻ പറ്റില്ല. അത് എത്ര പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ തീരദേശ പരിപാലന നിയമം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മറ്റൊന്ന് തണ്ണീർത്തട നിയമം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം. ഈ 3 കാര്യങ്ങളും നമ്മളെപ്പോഴും മനസ്സിലുണ്ടാവണം. ഈ 3 സ്ഥലത്തും പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വല്ലാണ്ട് ആപ്പിലായ ആൾക്കാരെ എനിക്കറിയാം. നമ്മൾ തുടക്കം മുതലേ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാവൂ, നിയമപരമായി ബൈൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാവുന്ന കാര്യങ്ങളെ ചെയ്യാവൂ. അത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ, മിനിമം റിസ്കിൽ ഹാപ്പിയായി ചെയ്യണം. സാറ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, 1,00,000 ഒരു സംരംഭം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അപ്പോൾ നമ്മുടെ ഈ 2026 ഇപ്പം തുടങ്ങിയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വിപണിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന 1,00,000 രൂപയ്ക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു 3-4 സംരംഭങ്ങളും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻ്റണി ചേട്ടനാണ്. പുള്ളി എനിക്കറിയാം. ഞാൻ പുള്ളിയുടെ സ്റ്റോറിയൊക്കെ എടുത്ത് സമ്പാദ്യ മാസികയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പുള്ളി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ധാന്യങ്ങളുണ്ട്. മുതിര, പയർ, ചെറുപയർ, അതുപോലുള്ള ധാന്യങ്ങളൊക്കെ മേടിച്ചിട്ട് 8 മണിക്കൂർ വെള്ളത്തിൽ വയ്ക്കും, 8 മണിക്കൂർ പുറത്ത് വയ്ക്കും. അതിനൊരു മുള പൊട്ടും. ആ സാധനം അതുപോലെ പാക്കറ്റിലിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും.
ഇപ്പോൾ 7 പേരുണ്ട് അവരുടെ പുള്ളിയുടെ വീട്ടിൽ ജോലിക്കാരായിട്ട്. ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. കഴുകി വാരി നിരത്തി ഇട്ടിട്ട് മുള വരുമ്പോൾ പാക്കറ്റിലാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഈ എറണാകുളത്തൊക്കെ ഈ മുളപ്പിച്ച ധാന്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. എന്താ അതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്? ഈ കാക്കനാട് ഞാൻ നേരിട്ട് പോയി ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ 2-3 വീടുകളിൽ ചെയ്യുന്നതാണ്. വെജിറ്റബിൾസ് കൊണ്ടുവരുന്നു. ഈ വെജിറ്റബിൾസ് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർന്ന വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നു. 1-2 വെജിറ്റബിൾസ് അവർ അതിൽ മുക്കില്ല എന്ന് പറഞ്ഞു. കാരണം അത് മുക്കിയാൽ ചീത്തയായിരുന്നു. അത് ഒരു അരമണിക്കൂറൊക്കെ 40 മിനിറ്റൊക്കെയാണ് മാക്സിമം മുക്കി വയ്ക്കുക. മഞ്ഞളും ഉപ്പും ചേർന്ന വെള്ളത്തിലാണ് മുക്കി വയ്ക്കുക. വേറെ കെമിക്കലിലൊന്നും മുക്കില്ല. എന്നിട്ട് ഇത് വാരിയെടുത്ത് വെള്ളം മാറുന്നു കഴിയുമ്പോൾ മുറിച്ച് പാക്കറ്റിലാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അവിടെ ഒരു വീട്ടിൽ 24 സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പ്രോജക്റ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ എത്ര ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചാൽ. ഒരു ഒറ്റപ്പാലത്ത് ഞാനൊരു സുഹൃത്തിനെ കണ്ടപ്പോൾ, ഒരു സുഹൃത്തിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന ഒരു മരത്തിൻ്റെ എന്തോന്നാ അതിന് പറയണേ, കട്ടിങ് പാഡ്. ഇത് ഈ വേസ്റ്റ് മരം, അവിടെ നിന്ന് കിട്ടുന്ന വേസ്റ്റ് മരം എടുക്കും. അതുപോലെ ഈ മരമൊക്കെ വെട്ടിപ്പോയി കഴിയുമ്പോൾ അതിൻ്റെ കുറ്റി ഇങ്ങനെ നിൽക്കൂലേ, ആ കുറ്റി പുള്ളി ചെന്ന് മെഷീൻ വെച്ച് മാന്തി എടുക്കും. എന്നിട്ട് അത് അറുത്ത് മുറിച്ച് ഏതാണ്ട് ഈ കനമൊക്കെ ഉണ്ട്, ഈ കനത്തിലുള്ള കട്ടിംഗ് ബോർഡ് ഉണ്ടാക്കി പുള്ളി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആകെ അതിൻ്റെ മൂലയ്ക്ക് ഒരു ഹോളിടും തൂക്കിയിടാൻ വേണ്ടിയിട്ട്. ഇത്രയുള്ള പരിപാടി. എല്ലാത്തരം മരങ്ങളും പുള്ളിക്ക് പറ്റില്ല. അപ്പോൾ അതിന് പറ്റിയ മരങ്ങളാണ് പുള്ളി എടുക്കുക. പക്ഷെ അതിന് പുള്ളി പറയുന്നത് പുള്ളിക്ക് ഒരു മാസം ഏതാണ്ട് 8 ലക്ഷം രൂപയുടെ കച്ചവടമുണ്ട്. ആകെ 2 പേര് വീട്ടിൽ ഉള്ളൂ അതിന് തൊഴിലാളികളായിട്ട്. ഈ കട്ടിംഗ് ബോർഡ് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ എന്തോരം ചെറിയ ബിസിനസ്സുകളുണ്ട് ഇപ്പോൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ റെഡി ടു ഈറ്റ് ഫുഡുകളുടെയൊക്കെ കാലമാണ്. ഒരു നമ്മുടെ കിച്ചൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. വെറുതെ കൊഴുക്കട്ടയും അടയും മാത്രം ഉണ്ടാക്കി കൊടുത്ത് വിറ്റ് വന്ന യൂണിറ്റുകളൊക്കെ ഇന്ന് ലക്ഷങ്ങളും കോടികളും വിറ്റ് വരവുള്ള വലിയ യൂണിറ്റുകളാണ്. കൊഴുക്കട്ട, അട, ഇത് മാത്രം. ഇപ്പം ഇതിൻ്റെയൊക്കെ ട്രെൻഡൊക്കെ മാറി. ഇപ്പോൾ ഒരു ഹോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ആ ഹോട്ടലിലെ ഒരു 80% ഇത്തരം ഫുഡുകളും പുറത്തുനിന്ന് വരുന്നതാണ്. ഒരു വീട്ടിൽ ഒരു വീട്ടമ്മയും 2 പിള്ളേരും വിചാരിച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ മതിയല്ലോ. നല്ല ഉഴുന്നുവട ഒരു 1000 എണ്ണം ഒരു ദിവസം ഉണ്ടാക്കി 10 കടകളിൽ ഒരു ദിവസം കൊടുത്തു നോക്കി. നല്ല ഉഴുന്നുവടയാണെങ്കിൽ അതൊരു 15 കടയാവും അടുത്ത ദിവസം. പിന്നെ അതൊരു 30 കടയാവും. വീട്ടിലിരുന്നു കൊണ്ട് ചെയ്താൽ മതിയെന്ന്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് പിന്നെ വീട്ടിലിരുന്ന് മാത്രം ചെയ്യാൻ പറ്റാത്ത വോളിയം വരും. അപ്പോൾ നമ്മൾ മെഷീനറിയും ഒക്കെ മേടിച്ച് തൊട്ടടുത്തൊരു പ്ലാന്റൊക്കെ തുടങ്ങി അങ്ങോട്ട് വർദ്ധിപ്പിച്ചോളണം. അപ്പോൾ ഐറ്റംസും കൂട്ടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വട കൊടുക്കുന്ന ആൾക്കാർ പറയും പരിപ്പുവട കിട്ടുമോ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ചോദിക്കും ഇപ്പം പപ്സ് ഉണ്ടാക്കി തരാൻ പറ്റുമോ. അപ്പം അത് കൊടുക്കാൻ തയ്യാറാവണം. എന്തൊക്കെ ഡിമാൻഡ് വരുന്നോ അതൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ ചെറുതായിട്ട് വീട്ടിൽ തുടങ്ങിയാൽ മതി. ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ. അതുപോലെ നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവം കാണുന്നതാണ്, ബിസിനസ് തുടങ്ങാൻ ആവേശമാണ്, പക്ഷെ ഒരു 6 മാസം കഴിയുമ്പോഴത്തേനും അത് പൂട്ടിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ചെറുകിട സംരംഭങ്ങൾ ഇത്ര വേഗം പൂട്ടിപ്പോകുന്നത്? അത് മാർക്കറ്റ് അറിയാത്തത് കൊണ്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അത് ഈ വ്യവസായം എന്തെങ്കിലും തുടങ്ങാൻ ആവേശത്തോടു കൂടി വരുന്ന ആൾക്കാരെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ അവസാനം നമ്മൾ ഈ പല ഇൻ്റർവ്യൂവിലൊക്കെ വരുമ്പോൾ ചോദിക്കുന്നു, നിങ്ങളിത് എവിടെയാണ് വിൽക്കണേ? ഇത് വിൽക്കണമല്ലേ? അപ്പോഴാണ് ഇത് ആലോചിക്കുന്നത്, ഇത് വിൽക്കണോ? ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു സാധനം ഉണ്ടാക്കിയാൽ മതി എന്നാണ്. അപ്പോൾ ഇത് വിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല പലരും. മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. അത് മനസ്സിലാക്കിയിട്ട് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ച് ഫെയിലുവർ എന്ന് പറയുന്നുണ്ടാവില്ല. മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ്, അതാണ് ബേസിക് കാര്യം. വേറെ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ അതൊക്കെ വളരെ ചെറിയ പെർസെൻറ്റേജ് വരുള്ളൂ. ഒരു 80% ഇഷ്യൂ വരുന്നത് മാർക്കറ്റിലാണ്. നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ? ആ ഒരു പരിശോധന ബേസിക്കായിട്ട് നമ്മുടെ സംരംഭകർ നടത്തണം. പലപ്പോഴും അവർ ചോദിക്കും, ഞങ്ങളെങ്ങനെ നടത്തും?
ഇപ്പോൾ വലിയ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി സ്ഥാപനത്തോട് പറഞ്ഞാൽ അവർ വേണമെങ്കിൽ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി തരും. ചിലപ്പോൾ 10 ലക്ഷം രൂപ മുടക്കി ഒരു ബിസിനസ് നടത്താൻ പോകണം, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിക്ക് 5-6 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവന് സ്വീകരിക്കാവുന്ന ചില നടപാടുകളുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് മാർക്കറ്റബിൾ ആണോ അല്ലയോ എന്ന് ഇത് പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുൻപേ എങ്ങനെ വിലയിരുത്താൻ പറ്റും? തീർച്ചയായിട്ടും വിലയിരുത്താൻ പറ്റും. കാരണം നമുക്കറിയാം, ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രക്രിയ മുതൽ അത് ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് എത്തുന്നത് വരെയുള്ള കോംപ്ലക്സ് സിറ്റുവേഷൻസ് ചേർന്നതാണ്. അതിലൊത്തിരി ഘടകങ്ങൾ വരുന്നുണ്ട്. അതിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവാം, അതിൽ ഹോൾസെയിലർ ഉണ്ടാവാം, റീറ്റെയിലർ ഉണ്ടാവാം, അതുപോലെ തന്നെ ഇത് അവസാനമായിട്ട് വാങ്ങിക്കഴിക്കുന്ന ഒരാളുണ്ടാവും. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇല്ലാണ്ടിരിക്കില്ലല്ലോ. ഈ ഘടകങ്ങളുമായിട്ട് ഇവരൊക്കെ ഒന്ന് ചർച്ച ചെയ്യാമോ? ഒറ്റ ദിവസം കൊണ്ട് വേണമെന്നില്ല, ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം എടുത്ത് ഈ ഘടകങ്ങളുമായിട്ട് നന്നായിട്ട് ഒരു സ്റ്റഡി നടത്തിയാൽ അവന് മനസ്സിലാകും ഞാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഇറങ്ങുന്ന ഒരുത്തരും മാർക്കറ്റിൽ ഫെയിലുവർ ആവേണ്ടി വരില്ല. പിന്നെ അപ്പോഴും വേറെ പ്രശ്നമുണ്ട്, കാലം മാറും, ആളുകളുടെ ഭക്ഷണ രീതിയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന പാറ്റേണോ മാറും. അപ്പോഴും നമ്മൾ സ്റ്റഡീഡ് ആയിരിക്കണം. അത് എങ്ങനെ ഈ മാറി വരുന്ന കാലഘട്ടത്തെ എക്യൂപ്പ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിനാരിയോ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഫോർകാസ്റ്റ് തുടങ്ങരുത്. നമ്മൾ ഒരു 5 വർഷം അല്ലെങ്കിൽ ഇന്ന വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് വരാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എപ്പോഴും നമ്മളിങ്ങനെ വിജിലൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ടേസ്റ്റിൽ വരുന്ന മാറ്റം അറിഞ്ഞ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതിന് വലിയ മാനേജ്മെൻറ്റ് ഒന്നും ആവശ്യമില്ല, വലിയ ടെക്നോളജിയും വേണ്ട. നമ്മൾ സൊസൈറ്റിയെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആളുകൾ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് വേണ്ടി വരിക. അപ്പോൾ അതിന് ഇന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ഉജാല എന്ന് പറയുന്ന ഒറ്റ എക്സാമ്പിൾ എടുത്ത് നോക്കി, മലയാളിയായ ഉജാല രാമചന്ദ്രൻ ആകെ ആ ഉജാല ലിക്വിഡ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വ്യവസായ രംഗത്തേക്ക് കടന്നു വന്നതാണ്. ആ അദ്ദേഹം ജ്യോതി ലാബോറട്ടറീസ് ആ ഉജാല എന്ന് പറയുന്ന ഒറ്റ പ്രോഡക്റ്റ് മാത്രം ഉണ്ടാക്കി വിറ്റിരുന്നു എങ്കിൽ ഇന്ന് എവിടെയെങ്കിലും എത്തുമായിരുന്നോ? ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ഒരു 200ഓളം പ്രോഡക്റ്റുകളുണ്ട്. ഉജാല ലിക്വിഡ്, ഉജാല സോപ്പ്, ഉജാല ബാത്ത്, ഉജാല ഡിറ്റർജൻറ്റ്, ഉജാല കാർ വാഷ്, ഡിഷ് വാഷ്, പിന്നെ ഉജാലയ്ക്ക് വൈറ്റ്നറൊക്കെ കൊടുക്കാൻ പറ്റിയ വേറെ കുറേ പ്രോഡക്റ്റുകൾ, ഉജാലയുടെ മാക്സോ, അങ്ങനെ എന്തോരം പ്രോഡക്റ്റുകൾ. സ്റ്റിഫ് ആൻഡ് ഷൈൻ സ്റ്റിഫ് ആൻഡ് ഷൈനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ സമയത്തും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഇറക്കിക്കൊണ്ട് വന്ന് വേണം ചെറുതായിട്ട് തുടങ്ങിയ ബിസിനസ്സിനെ ഉയർന്ന തലത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ. ആ ഒരു ഐഡിയ മൈൻഡ് സെറ്റ് വ്യവസായം തുടങ്ങുന്ന ആൾക്കുണ്ടാവണം. വ്യവസായം പരാജയപ്പെടാൻ വേണ്ടി ആരും വ്യവസായം തുടങ്ങുന്നില്ല, പക്ഷേ ദൗർഭാഗ്യവശാൽ പരാജയപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് കുറേ പ്രിക്കോഷൻസ് അവർക്ക് എടുക്കാൻ പറ്റും. അതൊന്ന് മാർക്കറ്റിനെ ബേസ് ചെയ്ത് മാത്രമാണ്. തറോ നോളേജ് ഉണ്ടാവണം. തറോ നോളേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിലും അതെവിടെ വിൽക്കാൻ പറ്റും, എന്ത് വില കിട്ടും, ഇന്ന വിലയ്ക്ക് വിറ്റാൽ എന്ത് ലാഭം കിട്ടും, എനിക്കിത് സസ്റ്റൈനബിൾ ചെയ്ത് പോകാൻ പറ്റുമോ, എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റുമോ. ഈ ഇപ്പം ചിലപ്പോൾ 1-2 സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവരിത് എടുക്കണമെന്നില്ല. അപ്പോൾ അതിന് വേറെ ഓപ്ഷൻ എന്താ? അല്ലെങ്കിൽ ഇതിലെന്ത് മാറ്റം വരുത്തിയാൽ എന്തൊക്കെ വന്നാലും മാർക്കറ്റിനെ ഫോക്കസ് ചെയ്തോ അവൻ ജയിച്ചു. അതുപോലെ ഇപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് ആളുകൾക്ക് ഐഡിയ ഉണ്ടാവും, പക്ഷെ എങ്ങനെ ലൈസൻസ് മേടിക്കും? ഈ GST കേൾക്കുമ്പോഴൊക്കെ ആളുകൾ ഇതിൽ നിന്ന് പുറകോട്ട് പോകും. എങ്ങനെയാണ് ലൈസൻസ് കിട്ടുക, GST എങ്ങനെ അടയ്ക്കണം? ഇപ്പം ഇതൊരു ഏജന്റിന്റെ സഹായത്തോടുകൂടി അല്ലാതെ ഒരു സാധാരണക്കാരൻ ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇപ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കണം, GST എല്ലാ മാസവും റിട്ടേൺ കൊടുക്കണം. അതൊക്കെ സാധാരണ ഒരു ആളുകൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യാവുന്നവർ അത്രമാത്രം സ്റ്റഡീഡ് ആണെങ്കിൽ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ BCom ഒക്കെ കഴിഞ്ഞതൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, BCom ഇല്ലെങ്കിലും ഇതൊക്കെ ബേസിക്കായിട്ട് പ്രാക്ടിക്കലായിട്ട് പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവരെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയോ ഇത് വിവരമുള്ളവൻ്റെ സഹായം തേടണം. കാരണം നമ്മൾ പല ആളുകൾക്കും പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് അറിയാം. ഇപ്പം നമുക്കൊരു ലൈസൻസ് വേണം വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഡ്രഗിൻ്റെ ലൈസൻസ് വേണം. തലയിൽ തേക്കുന്ന എണ്ണ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുക. അവൻ ആ എണ്ണ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കാൻ അധികാരമില്ല. അത് ചെയ്യണമെങ്കിൽ
അവന് ഡ്രഗിൻ്റെ അനുമതി മേടിച്ചിട്ട് ചെയ്യാവൂ. അതുപോലെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ അത് വേണം. അപ്പോൾ ഇവൻ എന്നിട്ട് ആരെങ്കിലുമൊക്കെ വിളിച്ച് ചോദിക്കും, പ്രത്യേകിച്ച് അവൻ്റെ കൂട്ടുകാരെയോ ഗ്രൂപ്പിലൊക്കെ ചോദിക്കും, ഡ്രഗ് ഇല്ലെങ്കിൽ ഇറക്കിയാൽ എന്താ കുഴപ്പം, ഡ്രഗ് എന്താ, അപ്പോൾ പറയും നിങ്ങൾ ഡ്രഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ വളരെ നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്ത് കുറേ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഡ്രഗിൻ്റെ ലൈസൻസ് വേണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? എല്ലാ കളക്ടറേറ്റിലും ഡ്രഗ് കൺട്രോളറുടെ ഓഫീസുണ്ട്. നേരെ ഡ്രഗ് കൺട്രോളറുടെ ഓഫീസിൽ പോവുക, സാറേ ഞാനൊരു എണ്ണ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ പോവുകയാണ്, ഞാൻ എന്തൊക്കെ ലൈസൻസ് എടുക്കണം, സാറിന് എന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറയുകയാണത് ഇന്ന സാധനങ്ങൾ വേണം. അതാണ് ക്ലിപ്തത. ഒരു സംരംഭം ചെയ്യാൻ പോകുന്നയാൾ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നൊന്നുമല്ല, എവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ പോയി അറിയണം. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ കുറച്ച് ഈസിയാണ്, വിളിച്ച് ചോദിക്കാം. അതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പറയണം. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം. അതിന് ഈ മാർക്കറ്റ് സ്റ്റഡി, ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സ്റ്റഡി, ഇതിനൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അതങ്ങനെ ചെയ്യണമെന്നാണ് ഞാനൊക്കെ പറയുന്നത്. ഞാൻ എൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചോട്ടെ, ഇത്ര ഇപ്പോൾ ലോണ് വേണം, ലൈസൻസ് വേണം, അല്ലെങ്കിൽ GST അടയ്ക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയണമെങ്കിൽ ഇപ്പം സാറിനെ പോലെയുള്ള എക്സ്പേർട്ടുകളുടെ സഹായം തേടുന്നതാണ് കുറച്ചും കൂടെ നല്ലത്, നമ്മുടെ അടുത്തുള്ള സൗഹൃദ വലയങ്ങളിൽ സംസാരിക്കുന്നതിനേക്കാളും. അല്ല, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോഴാണ് പ്രശ്നം. അവർക്കതറിയില്ല എന്താ കാര്യമെന്ന്. പക്ഷെ അവർ പറഞ്ഞു കേട്ടു, ഇവർ പറഞ്ഞു കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കാണുക. രണ്ട്, കൺസേൺഡ് ഓഫീസുകൾ ഉണ്ടെങ്കിൽ നേരിട്ട് വിസിറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യുക. ഈ രണ്ട് ഓപ്ഷൻസും സ്വീകരിച്ചില്ല എങ്കിൽ അവർ അവതാളത്തിലാവുന്ന അവരറിയില്ല. എപ്പോഴും നല്ല കോൺഫിഡൻസോട് കൂടി ബിസിനസ് ചെയ്യാൻ പറ്റണം. ലീഗലായിട്ട് നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളൊരു ചീറ്റിംഗ് നടന്നു, നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ബിസിനസ്സിൽ ഈ സെയിൽസ്മാൻ 1.25 കോടി രൂപയോളം കൊണ്ടുപോയി. സെയിൽസ്മാൻ പുള്ളി നല്ലൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളിയുടെ ഈ ഹെയർ ഫിക്സ് ചെയ്യുന്ന ബിസിനസ്സാണ്. വളരെ കുറച്ച് യൂണിറ്റുകളേ ഉള്ളൂ, നല്ല നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന. 1.25 കോടി രൂപയോളം ഇയാളുടെ സെയിൽസ്മാൻ പല രീതിയിൽ കൊണ്ടുപോയി. ഈ QR കോഡ് പുള്ളിയുടെ കാണിച്ചു കൊടുത്ത് അതിലേക്ക് പൈസ വാങ്ങിച്ചൊക്കെ. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, എന്നാൽ കേസ് ഇത് കൊടുത്തിട്ട് പൈസയൊന്നും അടച്ചില്ല, അവൻ പിരിഞ്ഞു പോയി. പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കാമെന്ന് വെച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ പുള്ളിയുടെ ഒരു 50% ബിസിനസ് ബ്ലാക്കാണ്. അപ്പോൾ ഇതുമായി പോയി കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും, ഇവൻ ഇത് മുഴുവനും എടുത്ത് കൊണ്ട് പബ്ലിക്കാക്കും. ഇവൻ്റെ കയ്യിലെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പുള്ളി അത് സഹിക്കേണ്ടി വരും. അപ്പോൾ അതുപോലെയുള്ള എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ പറയുന്നത്, ഇനി GST വെട്ടിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ GST എടുക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളില്ല. കാരണം ഇപ്പോൾ GST കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ഫുൾ ബർഡൻ അയാൾക്ക് വരുന്നില്ല. അതിലൊരു ഇൻപുട്ട് ക്രെഡിറ്റ് എന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഡിഫറൻസിന് മാത്രം അധികം GST കൊടുത്താൽ മതി. അപ്പോൾ GST നിന്ന് ഒഴിവാവാൻ വേണ്ടി നടത്തുന്ന അത്രയും പ്രക്രിയ GST അടയ്ക്കുന്നതിനില്ല, അത്രയും നഷ്ടം GST അടയ്ക്കുന്നതിനില്ല. പല ആൾക്കാർക്കും ഇതറിയില്ല. ആൾക്കാർ വിചാരിക്കുന്നത് 15% ടാക്സ്. അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന പ്രോഡക്റ്റിന് 100 രൂപയുടെ പ്രോഡക്റ്റ് കൊടുത്താൽ 15 രൂപ ടാക്സ് അടയ്ക്കേണ്ടതെന്നാണ്. പക്ഷെ അവൻ മേടിച്ചത് 10 രൂപ ടാക്സ് അടച്ചിട്ടായിരിക്കും. അപ്പോൾ അവൻ ആകെ കൊടുക്കേണ്ടി ഒരു 5 രൂപ ടാക്സാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ GST ഇല്ലാതെ കച്ചവടം ചെയ്യും. GST ഇല്ലാതെ കച്ചവടം ചെയ്യണമെങ്കിലോ തലയിൽ മുണ്ടിട്ട് കച്ചവടം ചെയ്യണം, അവൻ എപ്പോഴും വേണമെങ്കിലും പിടിക്കപ്പെടാം. അപ്പോൾ ഇനി അങ്ങനെയുള്ള കച്ചവടങ്ങൾ നടക്കില്ല. ജനങ്ങൾ എപ്പോഴും നിയമം അവെയറായിരിക്കണം. പിന്നെ മാത്രമല്ല, ഇത് ഈ GST മേടിച്ച് ചെയ്യുന്നതാണെന്നേ നല്ലതിപ്പോൾ. അതുപോലെ PMEG ലോണ് അല്ലെങ്കിൽ മുദ്ര ലോണുകളെ കുറിച്ച് ആളുകൾക്ക് പരാതികളുണ്ട്. ബാങ്കിൽ ചെല്ലുമ്പോൾ ലോൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പം ഈ ബാങ്കിൽ ഒരു പ്രൊജക്റ്റ് സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ലോൺ കിട്ടാൻ വേണ്ടി ഈ അപേക്ഷകൻ നൽകേണ്ടത്? ഈ PMEGP എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഫലപ്രദമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നൊരു പ്രോജക്റ്റാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് നടപ്പാക്കിയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്, സർവീസിലിരിക്കുമ്പോഴും സർവീസിന് ശേഷവും.
2008 മുതൽ ആ സ്കീം വരണേ. ആ സ്കീമിൻ്റെ ഇപ്പോഴത്തെ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന് 50 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്റ്റുകൾക്ക് 35% വരെ സബ്സിഡി കിട്ടും എന്നുള്ളതാണ്. സർവീസ് യൂണിറ്റ് ആണെങ്കിൽ 20 ലക്ഷം, അതിന് 35% സബ്സിഡി കിട്ടും. എത്ര വലിയ പ്രോജക്റ്റ് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഈ എമൗണ്ടിനെ സബ്സിഡി കിട്ടുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ലോൺ പ്രോസസ്സ് ചെയ്ത് ബാങ്കിലേക്ക് അയക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു 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 1000, 1200 അപേക്ഷ, 1000 ശരാശരി ഒരു ജില്ലയിൽ നിന്ന് അയക്കുക. 1000 താഴെ ഉണ്ടാവുള്ളൂ ഒരു ജില്ലയിൽ നിന്ന്. 1000 അപേക്ഷ ഒരു ബാങ്കിലേക്ക് അയക്കുകയാണെങ്കിൽ നോർമൽ കോഴ്സിൽ സാങ്ഷൻ ചെയ്യുന്നത് 500 അപേക്ഷയായിരിക്കും. 50%ഓളം റിജക്ഷൻ ആയിരിക്കും. അത് ബാങ്കുകളുടെ ആറ്റിറ്റ്യൂഡുണ്ട്. ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാൻ പല ബാങ്കുകൾക്കും താല്പര്യമില്ല ചെറിയ ചെറിയ ലോണുകൾ കൊടുക്കാൻ, പ്രത്യേകിച്ച് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ലോണുകൾ കൊടുക്കാൻ, പ്രത്യേകിച്ച് ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക്. ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഈ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ഇതൊക്കെ നന്നായിട്ട് ലോൺ കൊടുക്കുന്ന ബാങ്കുകളാണ്. ഇപ്പോൾ അവരുടെ അടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% വരെ അവർ ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ടാവും. മറ്റ് ബാങ്കുകളുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ 20, 25, 30 ഒക്കെ ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആവറേജ് വരുമ്പോൾ ഇത് എന്തുകൊണ്ട് കൊടുക്കാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിലൊരു 80% സംരംഭകരുടെ പ്രശ്നങ്ങളല്ല, ബാങ്കിന് താല്പര്യമില്ലായ്മ, ഉദ്യോഗസ്ഥൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. അല്ലാതെ സംരംഭകൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ മുമ്പിൽ ഒരു ലോൺ അപേക്ഷ വന്നു, നമ്മളെന്താ വിചാരിക്കണേ? ആ സ്കീമിന് പ്രോസ്പെരിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ലോൺ കൊടുക്കുന്നു. അല്ലെങ്കിൽ അതിന് പ്രോസ്പെരിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല, അതുകൊണ്ട് ലോൺ കൊടുക്കാതിരിക്കുന്നു. ആയിരിക്കും നോർമൽ കോഴ്സിൽ ആളുകൾ ചിന്തിക്കുക. ബാങ്ക് ഒറ്റ കാര്യം നോക്കണമല്ലോ, ഇത് കൊടുത്താൽ ഇവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കും, അവൻ്റെ ഫാദർ എന്തായിരുന്നു, മദർ എന്തായിരുന്നു, സിസ്റ്റർ എന്തായിരുന്നു, അവൻ്റെ ഫാമിലി എങ്ങനെയാണ്, ഡെപ്പോസിറ്റ് വല്ലതുണ്ടോ, ഗൾഫിലുണ്ടായിരുന്നോ, ഗൾഫ് പണം വരുന്നുണ്ടായിരുന്നോ, അച്ഛനും അമ്മയും പെൻഷൻകാരാണോ, അവർ സാമ്പത്തികമായിട്ട് അത്യാവശ്യം സ്ഥലം പ്രോപ്പർട്ടി ഉണ്ടോ, ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ടായിരിക്കും ഒരു 80% ബാങ്കുകളും ലോൺ അനുവദിക്കുക. ഇതൊന്നും ഇല്ലാത്തൊരുത്തും പോയി കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ അവന് കിട്ടും, ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ. ഇതാണ് ഇപ്പോഴും നിലനിൽക്കുന്നൊരു അവസ്ഥ എന്നുള്ളത് ഖേദകരമാണ്. ബാങ്കുകളുടെ മനോഭാവം വല്ലാണ്ട് മാറേണ്ടിയിരിക്കുന്നു. ഈ കേരളത്തിൽ ഇപ്പോഴും ഈ ലോൺ കൊടുക്കുന്നതിൽ ബാങ്കുകൾ വേണ്ടത്ര പോസിറ്റീവാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്ന പ്രവാസികളുണ്ട്, ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചോ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നവരുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലുള്ള പണം നഷ്ടമാകാതെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് തന്നെ നോക്കി നടത്താൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഐഡിയകളുണ്ടോ? അങ്ങനെ ഐഡിയ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബിസിനസ് ഐഡിയകളുണ്ട്. അവർ ഒരു സുപ്രഭാതത്തിൽ ഈ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു ഇൻഡസ്ട്രി ചെയ്യാൻ തീരുമാനിക്കരുത്. ഇവിടുത്തെ അവസ്ഥ എന്താണ്, വിപണിയും മാർക്കറ്റും എന്താണ്, എന്തൊക്കെയാണ് റിക്വയർമെൻ്റ് ഉള്ളത്, ഏത് വഴിക്ക് പോയാലാണ് നിയമപരമായി എനിക്ക് ലൈസൻസും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുക. ഇവർ ഈ ഗൾഫിൽ കാണുന്ന അതേ ആംബിയൻസിൽ വന്നുകൊണ്ട് കുറേ പൈസ അങ്ങ് മുടക്കി കഴിഞ്ഞാൽ കാര്യമില്ല. അതവിടെ മുടക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം ആദ്യമേ ചിന്തിക്കണം. എന്നിട്ട് നല്ല ഒരു മെൻറ്ററെയൊക്കെ പിടിച്ചിട്ട് ഇതിൽ വേണ്ട ഗൈഡൻസ് തരാവുന്ന നല്ല ഒരു മെൻറ്ററെ കൂട്ടിയിട്ട് അവർ നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് വിൽക്കാവുന്ന ഏത് പ്രോജക്റ്റും ചെയ്യാം. ഏത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കാൻ കഴിയുമോ നമുക്ക് അത് ചെയ്യാം, ഒരു തടസ്സമില്ല. അത് എത്രമാത്രം മാർക്കറ്റബിളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മാർക്കറ്റബിലിറ്റി എങ്ങനെ കണ്ടെത്താൻ പറ്റും? അത് ഇവർ കുറച്ച് സമയമെടുത്ത് കണ്ടെത്തണം, മാർക്കറ്റബിലിറ്റി. പിന്നെ ഇവർ ചീറ്റ് ചെയ്യപ്പെടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ ലൈസൻസും എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ഒരു ബിൽഡിംഗ് പണിയണം, പഞ്ചായത്തിലാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഉടനെ കയറി ഒരു ഷെഡ് അങ്ങ് പണിയും. ആ സ്ഥലം ഷെഡ് പണിയാൻ ഈ പറയുന്ന നിയമങ്ങൾ ബാധകമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നൊരു പ്ലാൻ അപ്രൂവ് ചെയ്ത് മേടിക്കും, ആ പ്ലാൻ അവിടെ വയ്ക്കും. എന്നിട്ട് അവർക്ക് ഇഷ്ടം പോലെ ആ കെട്ടിടങ്ങൾ പണിയും. അവസാനം ഇത് നമ്പർ ഇടാൻ ചെല്ലും. അപ്പോൾ പറയും അപ്രൂവ്ഡ് പ്ലാനുമായിട്ടൊരു ബന്ധമില്ല, അപ്രൂവ്ഡ് പ്ലാനിൽ നിന്നും ഡീവിയേഷൻ.
അതങ്ങനെ കിടക്കും. അപ്പോൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ബിൽഡിംഗ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്യുക. ആ പഞ്ചായത്തൊക്കെ എന്ത് പ്ലാനാണോ അപ്രൂവ് ചെയ്ത് തരുന്നത് അതനുസരിച്ച് മാത്രം ബിൽഡിംഗ് ചെയ്യുക. അതിൽ നിന്ന് ഒരു ഡീവിയേഷനും ഒരു കാരണവശാലും വരുത്തരുത്. വരുത്തി കഴിഞ്ഞാൽ പിന്നീട് വലിയ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരും. പിന്നീട് ഇതൊക്കെ പണിത് കഴിഞ്ഞ് നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിഷ്ടംപോലെ ചേഞ്ചസ് വരുത്താം. ലോക്കൽ ബോഡിയുടെ ഒരു പെർമിഷൻ മേടിച്ചിട്ടാൽ മതി, അത് കുഴപ്പമില്ല. നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാം. പക്ഷേ ഈ കാര്യം പലപ്പോഴും ഈ പ്രവാസികൾ മനസ്സിലാക്കില്ല. അപ്പോൾ അതുപോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പ്രവാസികൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ട്. പ്രവാസികൾ കൂടുതലും ഈ ട്രേഡിംഗ് രംഗത്താണ് ചെയ്യുന്നത്. കാരണം കുറേ വർഷം സർവീസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലേക്ക് പോകുന്നവർ കുറവാണ്. അപ്പോൾ ട്രേഡിംഗ് ഇൻഡസ്ട്രി കുഴപ്പമൊന്നുമില്ല, ട്രേഡിംഗ് ഇൻഡസ്ട്രി നല്ലതാണ്. അവരെ സംബന്ധിച്ച് ഒരു ആശ്വാസമായിട്ട് അവർ കുറച്ചും കൂടി ഈ ട്രേഡിംഗ് മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നല്ല ഫുഡ് ഡെലിവറി ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയാൽ ഒരു കുഴപ്പമില്ല, നല്ല പ്രോഫിറ്റബിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം വളരെ തമാശയ്ക്കൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവശ്യമാണെന്ന്. എന്നാൽ ചില ആളുകൾ ഇപ്പോഴും പരമ്പരാഗത രീതിയിൽ തന്നെയാണ് തൻ്റെ ബിസിനസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? നിശ്ചയമായും ഒരിക്കലും പരമ്പരാഗതമായ രീതിയിലുള്ള ബിസിനസ് മാത്രം മുന്നോട്ട് കൊണ്ടുപോയി ഇനി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവർ എക്യൂപ്പ് ചെയ്തേ പറ്റൂ, മാറിയേ പറ്റൂ. ഇന്നിപ്പോൾ അതിന് അവർക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ റിമൂവ് ചെയ്യാൻ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഗവൺമെൻറ് തലത്തിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ 14 ജില്ലകളിലും ഫ്രീ ട്രെയിനിങ് കൊടുക്കുന്ന 6 സെറ്റുകളുണ്ട്. അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത്തരം ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്ത് ഏത് വിധേനയായാലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരണം. ഇനിയിപ്പോൾ തീരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെങ്കിലും കണ്ടെത്തണം. ഇപ്പോൾ ഫുൾ ടൈം ഇല്ലെങ്കിലും പാർട്ട് ടൈം ആയാലും ശരി, അത്തരം ആൾക്കാരുടെ സർവീസ് ഉപയോഗപ്പെടുത്തി തീർച്ചയായും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ ഉപയോഗപ്പെടുത്തണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബിസിനസ്സാണ്. ഒരു പ്രോഡക്റ്റും ഉണ്ടാക്കുകയും വേണ്ട, ഒരു പ്രോഡക്റ്റും വിൽക്കുകയും സെയിൽ ചെയ്യുകയും വേണ്ട. ഇത് രണ്ടുപേരെയും തമ്മിലൊന്ന് ബന്ധപ്പെടുത്തിയാൽ മതി. വിൽപ്പന അവൻ നടത്തിക്കോളും, മാനുഫാക്ചറിങ് ഇവൻ നടത്തിക്കോളും. ഇവരൊന്ന് കൂട്ടിമുട്ടിക്കുന്ന ചില മേഖലകൾ ഉണ്ടാക്കിയാൽ മതി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. അത് തന്നെ വലിയൊരു മേഖലയാണ്. അപ്പോൾ ഏത് പെട്ടിക്കട തുടങ്ങിയാലും എന്ത് തുടങ്ങിയാലും ശരി, ഇനി ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും ചീപ്പസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മാർക്കറ്റിംഗ് കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സെക്കൻഡിനുള്ളിൽ കച്ചവടം നടക്കും. ഇതാ പ്രോഡക്റ്റ്, ഇന്നതാണ് സ്പെസിഫിക്കേഷൻ, ഇത്രയാണ് കോസ്റ്റ്, ഇത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി, യെസ് ഇതെല്ലാം എനിക്ക് സ്വീകാര്യമാണ്, ക്ലിക്ക്, എമൗണ്ട് ട്രാൻസ്ഫർ, യെസ് ആ ദിവസത്തിനുള്ളിൽ ട്രാൻസ്ഫർ. നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കാൻ പോകണമെങ്കിൽ വണ്ടി എടുക്കണം, അങ്ങോട്ട് പോകണം, അവിടെ പാർക്ക് ചെയ്യണം. അത്ര സിമ്പിളായിട്ട് ബിസിനസ് നടത്താം. അതുപോലെ നല്ല രീതിയിലേക്ക് ആളുകളിലേക്കും എത്തിക്കാം. ഇപ്പോൾ എവിടെ ഇരിക്കുന്ന ആളായാലും ശരി, നമുക്ക് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആ റീച്ച് അനുസരിച്ച് ഓൺലൈനിൽ ചെയ്യാമല്ലോ. അതുപോലെ തന്നെ ഓൺലൈനിൽ ചെയ്യുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മേഷോയോ, ഇവർക്കൊക്കെ നമുക്ക് കൊടുക്കാം. അവരൊക്കെ സാധാരണ ആൾക്കാരുടെ പ്രോഡക്റ്റുകൾ എടുത്ത് കച്ചവടം ചെയ്യുന്നുണ്ട്. ചിരട്ട വരെ ഓൺലൈൻ മാർക്കറ്റിൽ അവൈലബിളാണ്. അമ്മിക്കല്ലും ഒക്കെ അവൈലബിളാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ കൊടുക്കാൻ തയ്യാറാണോ? നല്ല ബിസിനസ് കിട്ടും. ഓൺലൈൻ ഇല്ലാണ്ട് ഇനിയുള്ള കാലം പോകാൻ പറ്റില്ല. അതിനുള്ള സർവീസിനുള്ള ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്നവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് പഠിക്കാൻ തയ്യാറാവണം. അതുപോലെ പഠിക്കാൻ തീരെ പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാർ, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് മുന്നോട്ട് പോകണം. എന്തായാലും ആ ഒരു മേഖലയെ ടച്ച് ചെയ്യാതെ കേരളത്തിൽ നല്ല ഒരു ബിസിനസ്സും ഇനി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മൾ കേരളത്തിലെ വീട്ടമ്മമാർ ചെയ്യുന്ന ബിസിനസ് സംരംഭങ്ങളെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ അത് അച്ചാർ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ ആയിരിക്കും. അത് മോശമാണെന്നല്ല, അത് ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യട്ടെ. ഇപ്പോൾ സാറ് സ്ത്രീകൾക്ക് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് സംരംഭങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ്സുകൾ എടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതിനും അപ്പുറത്തേക്ക് നമ്മുടെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യവസായങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഈ
വീട്ടമ്മമാരെപ്പോഴും ഇപ്പം ഒറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് സാധാരണ വീട്ടമ്മമാർ ചെയ്യുന്നത് എന്തായിരിക്കും? സാധാരണ വീട്ടമ്മമാർ എന്ത് ഡ്രസ്സായിരിക്കും വീട്ടിലിരുന്ന് ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചെയ്യുക? കുറച്ച് നൈറ്റി, കുറച്ച് ചുരിദാർ അല്ലേ, അല്ലെങ്കിൽ കുറച്ച് മിഡി, അല്ലെങ്കിൽ അതുപോലത്തെ. പക്ഷെ അതിനൊക്കെ അപ്പുറം എന്തോരം ലാഭം കൊയ്യാവുന്ന മേഖലകളുണ്ട് ഈ ഗാർമെൻറ്റിൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുട്ടികളുടെ കുപ്പായങ്ങൾ, മാരേജ് ഗൗണുകൾ. മാരേജ് ഗൗൺ ഇത്രയും പ്രോഫിറ്റബിളായിട്ട് ചെയ്യാൻ പറ്റിയ ഏത് ബിസിനസ്സുണ്ട്? മാരേജ് ഗൗൺ. 1000 രൂപ അല്ലെങ്കിൽ 5000 രൂപ ചിലവ് വരുന്ന ഒരു മാരേജ് ഗൗൺ, അതിൻ്റെ ഡിസൈനാണ് ഇമ്പോർട്ടൻ്റ്. 35,000 40,000 ആണ് റേറ്റ്. അത്തരം മേഖലകൾ എക്സ്പ്ലോർ ചെയ്യണം. ഏതാണോ നമുക്ക് മെച്ചപ്പെട്ട, അതുപോലെ സ്പോർട്സ് വസ്ത്രങ്ങൾ, സ്പോർട്സ് ഡ്രസ്സസ് നല്ലൊരു മേഖലയാണ്. അതുപോലെ സർജിക്കൽ ഗൗണുകൾ നല്ലൊരു മേഖലയാണ്. ഇതൊക്കെ സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ ചെയ്യാം. അതുപോലെ എത്രയോ ഈ ഡിസൈൻഡ് ഗാർമെൻറ്റ് മേഖല എന്ന് പറയുന്ന വലിയൊരു മേഖലയുണ്ട്, ഡിസൈൻഡ് ഗാർമെൻറ്റ് മേഖല. അപ്പോൾ ഈ ട്രഡീഷണലായിട്ട് വീട്ടമ്മമാർ ചെയ്തു വരുന്ന ഗാർമെൻറ്റ് സെക്ടറിൽ നിന്നും ഈ ഡിസൈൻഡ് ഗാർമെൻറ്റ് മേഖലയിലേക്ക് മാറുകയാണെങ്കിൽ പ്രോഫിറ്റ് മൾട്ടിപ്ലൈ ചെയ്യിക്കാം, നല്ല മാർക്കറ്റും കിട്ടും, നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് അവരൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഈ ഫുഡിൻ്റെ കേസിലാണെങ്കിലും ഇപ്പോൾ പിക്കിളൊക്കെ, പിക്കിൾ ചെയ്യണ്ടെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പിക്കിള് ആൾക്കാർ ചെയ്യുന്നുണ്ട്, പിക്കിൾ ചെയ്താൽ എന്താ കുഴപ്പം? അതിൽ തന്നെ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരണം, പുതുമകൾ കൊണ്ടുവരണം. സാധാരണ ചെയ്യുന്നതിനപ്പുറം ഈ പിക്കിൾ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ കൂർക്ക കൊണ്ട് പിക്കിൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം കൂർക്ക പിക്കിൾ, അതൊരു ട്രെൻഡാണ്. അത് മേടിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്, കൂർക്ക കൊണ്ട് പിക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ വെറൈറ്റിയിലേക്ക് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അച്ചാറ്, പിക്കിളൊക്കെ എപ്പോഴും നല്ല സംരംഭം തന്നെയാണ്. അതുപോലെ ഇടിയിറച്ചി പോലുള്ള സാധനങ്ങൾ എന്താ മാർക്കറ്റ്? ഇപ്പോൾ സൂപ്പർ മാർക്കറ്റൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ തരുന്നില്ല, ഈ സാധനം കിട്ടാനില്ല എന്ന് പറയുന്നത്. ഇടിയിറച്ചി ഒരു വീട്ടമ്മ വിചാരിച്ചാൽ ഇഷ്ടംപോലെ ഇടിയിറച്ചി ഉണ്ടാക്കാം, ഇഷ്ടംപോലെ വിൽക്കാം, ഇഷ്ടംപോലെ ലാഭം ഉണ്ടാക്കാം, ഇഷ്ടംപോലെ മാർക്കറ്റുണ്ട്. അതുപോലെ ഇഷ്ടം പോലെ ഇപ്പം ഒരു വീട്ടമ്മ വിചാരിക്കുകയാണ് നാളെ ഈ ഫിഷൊക്കെ വാങ്ങി ക്ലീൻ ചെയ്ത് അതിൽ അരപ്പൊക്കെ പുരട്ടി റെഡി ടു ഫ്രൈ എന്ന അടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന് തീരുമാനിച്ച് ഒരു ഷോപ്പ് തുറന്നു, ഒരു ഓൺലൈനിലോ അതത് ദിവസം വിൽക്കാവുന്ന രീതിക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കി. 1 കിലോ കരിമീൻ അത് വാങ്ങിക്കില്ല എന്നാണോ വിചാരിക്കണത്? നന്നായിട്ട് വിറ്റുപോകും. അതുപോലെ വീട്ടമ്മമാർ അഡ്വാൻസ്ഡായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അച്ചാറൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയണം. അതിന് അഡ്വാൻസ്മെൻറ്റ് വരുത്തണം, പുതുമകൾ കൊണ്ടുവരണം, പുതിയ രീതികൾ അവലംബിക്കണം. ആ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിക്ക് മാത്രം പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസ് വരുന്നത്, മൈക്രോ ആയാലും ശരി സ്മാൾ ആയാലും ശരി, വരുന്നത് ഈ ഫുഡ് പ്രോസസ്സിങ് മേഖലയിലാണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു 60 to 70% ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസാണ്. അപ്പോൾ അത് എപ്പോഴും ഏറ്റവും കൂടുതൽ മാർജിൻ തരുന്ന, ഏറ്റവും ഈസി ആയിട്ട് വിറ്റഴിക്കാൻ കഴിയുന്ന, ടെക്നിക്കൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ വരുന്ന, പരിസ്ഥിതി പ്രശ്നങ്ങളില്ലാതെ വരുന്ന, എപ്പോൾ വേണമെങ്കിലും തുടങ്ങാവുന്ന, വീട്ടിൽ ചെയ്യാവുന്ന, ചെറുതായിട്ടോ വലുതായിട്ടോ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു മേഖല, ഏറ്റവും നല്ല പ്രോഫിറ്റ് കിട്ടുന്നൊരു മേഖല എന്ന് പറയുന്നത് ഈ ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രിയാണ്, ഫുഡ് പ്രോസസ്സിങ് സെക്ടറാണ്. അത് റെഡി ടു ഈറ്റ് ഫുഡായാലും റെഡി ടു കുക്ക് ഫുഡായാലും. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയണേ. ഇപ്പം ഈ സമ്പാദ്യ മാസികയിലൊക്കെ എഴുതുമ്പോൾ അവരിടയ്ക്കിടയ്ക്ക് പറയും, സാർ എന്നും ഈ വ്യവസായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫുഡാണല്ലോ കൂടുതലും വരണേന്ന് പറയും. ബിക്കോസ് ഫുഡ് ഈസ് സസ്റ്റൈനിങ് മോർ കമ്പയർഡ് ടു അതർ സെക്ടേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഫുഡിലേക്ക് വരുന്നത്. അല്ലാതെ ഇപ്പോൾ മമ്മൂട്ടിയെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ എടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ സസ്റ്റൈൻ ചെയ്യുന്ന, നിലനിൽക്കുന്ന, വിജയിക്കുന്ന വ്യവസായികളെ ചൂണ്ടിക്കാണിക്കാൻ കൂടുതലുള്ളതും അതിലാണ്. അതിപ്പോൾ എത്രയോ ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോറി എടുത്താൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫുഡിനൊന്നും കുറച്ച് കാണണ്ട, വീട്ടമ്മമാർ പിക്കിളൊക്കെ ചെയ്തോട്ടെ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ. ഇപ്പം
ചട്ടിച്ചോറ് മാത്രം കൊടുക്കുന്ന കുടുംബങ്ങളുണ്ട്, എനിക്കറിയാം. ഒരു പൊതിച്ചോറാക്കി വിൽക്കുന്നു. തൃശ്ശൂർ ഒക്കെ ഉണ്ട് അത്. അതായത് അവർക്ക് ഒരു 11 മണിക്ക് മുമ്പ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്ക് മുമ്പായിട്ട് എല്ലാവരുടെയും കൈകളിൽ ചോറെത്തിക്കും. അവർക്ക് മിനിമം ഓർഡർ കുറച്ചുണ്ട്, കൂടുതൽ ഓർഡർ വേണമെങ്കിൽ നമ്മൾ പറയണം. അതിൽ ചക്കക്കുരു മാങ്ങയും കൂട്ടാൻ വെച്ചത് വരെ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതൊക്കെ അത് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന്. ഇപ്പോൾ ഒരു പൊതിച്ചോറ് വിറ്റാൽ ഒരു 15 രൂപ കിട്ടിയാൽ മതി. ഒരു 1000 പൊതിച്ചോറ് ഒരു ദിവസം വിൽക്കാമെങ്കിൽ 2-3 പേര് ഒരുമിച്ച് ചെയ്യാമെങ്കിൽ ചെയ്യാം. ഞാൻ പാലക്കാട് ഒരു വീട്ടിൽ ചെന്ന് ഇപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നൊരു വീടാണ്. അത് 2 നാത്തൂന്മാർ ചേർന്നാണ് ഉണ്ടാക്കണേ. അവരൊരു ദിവസം 5000 ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഒരു സ്ത്രീ ഹെൽപ്പിന് വരും. അത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് തന്നെ നല്ലൊരു രീതിക്കാണ്. അതായത് ഒരു വലിയ ചട്ടിയാണ്. ആ വലിയ ചട്ടിയിൽ 60-70 ഉണ്ണിയപ്പം രൂപപ്പെടും. ഈ ഉണ്ണിയപ്പം മോൾഡ് ചെയ്ത് വരുന്നത് വരെ മാത്രമേ ആ ചട്ടി ഉപയോഗിക്കുള്ളൂ. പിന്നെ ആ മോൾഡ് ചെയ്ത് വരുന്ന സാധനം അപ്പാപ്പ കുത്തി എണ്ണയിലേക്ക് ഇട്ട് വേറെ എല്ലാം പൊരിക്കണത്. 2 രീതിക്ക് അത് പോവാ. എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ കൊണ്ട് മറ്റോ 1000കണക്കിന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ വിൽക്കും. അതിന് പറയുന്ന ഒരു ഉണ്ണിയപ്പം വിറ്റാൽ 1-1.5 രൂപ ഞങ്ങൾക്ക് കിട്ടും. 5000 ഉണ്ണിയപ്പം വിറ്റ് കഴിഞ്ഞാൽ 7500 രൂപ വീട്ടിൽ വന്നു. അപ്പം അതുപോലെയൊക്കെ ചെയ്യാമെന്ന്. അതൊക്കെ ട്രഡീഷണലായിട്ട് ചെയ്യുന്നതാണ്. അതൊന്നും ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? നമ്മളിപ്പോൾ അവരെ കുറച്ച് കാണുന്നത് എന്തിനാ? എന്താണോ ആവശ്യമുള്ളത്, എന്താണോ ആൾക്കാർക്ക് വേണ്ടത്, അത് കൊടുക്കുക എന്നുള്ളതാണ്. പുതിയ സാധനങ്ങളിലേക്ക് പോകുന്നതിന് നമുക്ക് പരിചയമുള്ളതിൽ തന്നെ ചെയ്യുന്നു. അല്ല, പുതിയതിലേക്കും പോകണം. ഞാൻ പറയുന്നത് ഇപ്പോൾ അത് ചെയ്തു വരുന്നു, അത് അവർ ചെയ്യുന്നു. പക്ഷെ അതിൽ കൂടുതൽ അഡ്വാൻസ്മെൻറ്റ്, കൂടുതൽ അധികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ, ആൾക്കാർ അതാണ് ചോദിച്ചു വരുന്നെങ്കിൽ അതും ആഡ് ചെയ്യണം. ഇപ്പം അവർക്കൊക്കെ വേണമെങ്കിൽ ഒരു ബേക്കറിയൊക്കെ തുടങ്ങാം. അപ്പോൾ അവർക്ക് കട്ട്ലറ്റോ സമൂസയോ പപ്സോ അതുപോലുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി വിൽക്കാം. അപ്പോൾ എന്താണോ പബ്ലിക്ക് ചോദിച്ചു വരുന്നത് അതൊക്കെ കൊടുക്കാൻ തയ്യാറാവുമ്പോഴാണ് ബിസിനസ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പോവുള്ളൂ. എപ്പോഴും മാർക്കറ്റിനെ ഫോക്കസ് ചെയ്ത് ബിസിനസ്സുകൾ രൂപപ്പെടുത്തണം. വലിയ സ്വപ്നങ്ങളുമായിട്ടായിരിക്കും ആളുകൾ ബിസിനസ്സിലേക്ക് വരിക. അപ്പോൾ ഒന്ന് പരാജയപ്പെട്ട് കഴിയുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ട്, അവൻ അങ്ങനെ വേണമായിരുന്നു, അല്ലെങ്കിൽ അത് ഫെയിൽ ആയത് നന്നായി എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തുവാക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം ബിസിനസ്സിലേക്ക് വരാൻ മടിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് സാറിന് എന്ത് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്? ഒരു കാരണവശാലും അവൻ അങ്ങനെ പറഞ്ഞു ഇവൻ ഇങ്ങനെ പറഞ്ഞു എന്നൊന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാതിരിക്കുക. ഇപ്പോൾ ബിസിനസ് പരാജയം ഉണ്ടാവും, വിജയം ഉണ്ടാവും. പക്ഷെ പരാജയപ്പെടാതിരിക്കാൻ അവന് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തീർച്ചയായിട്ടും അവൻ ആ പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പരാജയത്തിൻ്റെ ഗ്രാവിറ്റി വല്ലാണ്ട് കുറയ്ക്കാം. പരാജയപ്പെട്ടാൽ അടുത്തതിൽ നമ്മൾ നേടും. അപ്പോൾ എപ്പോഴും പരാജയപ്പെടുമ്പോൾ വലിയൊരു താഴോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമൈസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഒട്ടും ഉറപ്പില്ലാത്ത ഒരു മേഖലയിൽ കൊണ്ടുവന്ന് കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇടവരരുത്. അപ്പോൾ എപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കണം, ഹാപ്പി ആയിട്ട് ബിസിനസ് ചെയ്യും. അതിന് പറ്റണമെങ്കിൽ എന്ത് വേണം? ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് മിനിമൈസ് ചെയ്യണം. പിന്നെ അവർ പറയുന്നതൊന്നും നോക്കണ്ട. ഈ രാജ്യത്ത് എന്തോരം ആൾക്കാർ പരാജയപ്പെടുന്നു, എന്തോരം ആൾക്കാർ വീണ്ടും തിരിച്ചു വരുന്നു, അല്ലേ? അപ്പോൾ പരാജയം വിജയത്തിൻ്റെ മുന്നോടിയൊക്കെ തന്നെയാണ്. പരാജയപ്പെട്ടെന്ന് കരുതി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയോ പരാജയത്തിൽ നിന്നുമാണ് ഓരോരുത്തർ ഉയർത്തെഴുന്നേറ്റ് വരുന്ന എത്രയോ ആൾക്കാരുടെ കഥയുണ്ട് നമ്മുടെ മുമ്പിൽ. ഒന്നുമല്ലാതെ പോയിട്ടും വീണ്ടും ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ ആൾക്കാരുടെ കഥകൾ. അപ്പോൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാറുണ്ട് പരാജയമൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷെ ഒന്ന് പരാജയപ്പെട്ട് നമ്മൾ അടുത്തതിലേക്ക് പോകും. അതുപോലെ നമ്മളിപ്പം എക്കണോമിക്സ് ടൈംസ് മലയാളം കാണുന്ന ആളുകളുണ്ടാവും. അതിൽ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും, വലിയ ആഗ്രഹങ്ങളുണ്ടാവും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സുകളോ ബിസിനസ് ഐഡിയകളോ ചെറുതെന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഒരു സെഷൻ വെക്കേണ്ടി വരും. അതിലെനിക്ക് പറയാനുള്ള ഒറ്റ ടിപ്സേ ഉള്ളൂ. മാർക്കറ്റ് ചെയ്യാൻ കഴിയുമോ, വിൽക്കാൻ കഴിയുമോ, പണം തിരികെ വരുമോ, ഏത് പ്രോജക്റ്റും നിങ്ങൾക്ക് ചെയ്യാം. എപ്പോഴും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ, മിനിമം റിസ്കിൽ ചിരിച്ചുകൊണ്ട് ഹാപ്പിയായി ബിസിനസ് രംഗത്തേക്ക് വരണം. ഇത് പോയാൽ പോലും എന്നെ ഒന്നും ബാധിക്കില്ല എന്ന തരത്തിലുള്ള ആയിരിക്കണം അവൻ്റെ മൈൻഡ് സെറ്റ്. അങ്ങനെ വരണം. പക്ഷെ പോകരുത്, ഒന്നും വിട്ടുകൊടുക്കരുത്. അവൻ്റെ ഒരു ലക്ഷ്യമുണ്ടല്ലോ, അത് ഇന്ന് ഇത്രയാണ്, നാളെ ഇത്രയാവണം. അങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.
അത് ഫുഡ് പ്രോസസ്സിങ് രംഗത്തുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ പ്രോസസ്സിങ് രംഗത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മണ്ണ് ചാക്ക് വിറ്റ് പൈസ ഉണ്ടാക്കുന്നു, എന്തോന്ന് അതിൽ വരാനുള്ളത്? അപ്പോൾ അതുപോലെ ലഘുവായിട്ടുള്ള ഇഷ്ടംപോലെ സംരംഭങ്ങൾ പ്ലാസ്റ്റിക്കിലുണ്ട്, പേപ്പർ ബേസ്ഡ് ഉണ്ട്, ഗാർമെൻറ്റ് ബേസ്ഡ് ഉണ്ട്. എല്ലാ രംഗത്തും ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ കഴിയുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് വരിക, ചെറുതായി തുടങ്ങുക, വലുതായി വളരുക. പുതു സംരംഭകരെ സംബന്ധിച്ച് ഇതായിരിക്കണം അവരുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ചിന്ത. അപ്പോൾ അവർക്ക് ഹാപ്പി ആയിട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റും. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും നേരം നമുക്ക് ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ച് തന്നതിന്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ എക്കണോമിക്സ് ടൈംസുമായിട്ട് ഇനിയും കാണൂലേ? കാണും. ശരി.